ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ നല്ലൊരു മുട്ടക്കറി കാണാം. മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കുക്കറിലാണ് എപ്പോഴും മുട്ട വേവിക്കാറ്. ഒരു 4 മുട്ട വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ആദ്യമേ തന്നെ മുട്ട ഞാൻ കുക്കറിലിട്ട് ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിലിനെ എടുത്തിരിക്കണം. മുട്ട ഇങ്ങനെ വേവിക്കുന്നതാണ് നല്ല. ഒരുപാട് സമയമൊന്നും വെള്ളത്തിലിട്ട് തിളപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എന്നെ ചെയ്ത് നോക്കിയാൽ നല്ല സോഫ്റ്റായിരിക്കും, അത്ര ഹാർഡായിരിക്കില്ല മുട്ട. നോക്കൂ, ഇപ്പം ഞാൻ മുട്ടയൊക്കെ വേവിച്ച് കഴിഞ്ഞു, എടുത്തു. ഇനി അതിൻ്റെ തോല് കളഞ്ഞ് അവിടെ വെക്കാൻ പോണ്. അപ്പോൾ ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഒന്ന് കാണിക്കാം. ആദ്യം കുറച്ച് പട്ട, കരാമ്പൂ, ഏലക്കായ, പിന്നെ പെരിഞ്ജീരകം, അത് 1/2 ടീസ്പൂൺ. ഇത് 1 ടേബിൾ സ്പൂൺ മല്ലി, നല്ല 1 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി എടുത്തിരിക്കണം കേട്ടോ. പിന്നെ പട്ട, കരാമ്പൂ കാണിച്ചുവല്ലോ, അത് 1 കഷ്ണം പട്ട, 2 ഏലക്കായ, ഒരു 3 കരാമ്പൂ, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, അവരവരുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഒരു 4-5 ചുവന്ന മുളക്, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ. ഇതൊക്കെ അരയ്ക്കാനാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് എന്താ അറിയോ, സോട്ട് ചെയ്യാൻ. ഒരു ഇഞ്ചി കഷ്ണം ചോപ്പ് ചെയ്തത്, ഒരു 6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു ചെറിയ ഉള്ളി, പേൾ ഓണിയൻസ്, അത് ഒരു 1/2 കപ്പോളം ഉണ്ടാവും. അതിനൊക്കെ ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തു. 2 തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകണം. അതിൽ എണ്ണയൊന്നും ഒഴിക്കണില്ല. ഞാൻ ആദ്യമേ തന്നെ ഇപ്പം തന്നെ അതിൽ എണ്ണയൊന്നും ഒഴിക്കണില്ല. വരുമ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം ഒന്ന് മണം വരുന്ന ആ സമയത്ത് ഞാൻ കുരുമുളകും ഇതുകൂടാണ്, കുരുമുളകും പട്ടയും ഇതൊന്ന് ചൂടായ ശേഷമാണ് ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുരുമുളകും പട്ട ഇട്ട ശേഷം അതിൻ്റെ മുഴുവൻ മണം വരുന്ന സമയത്ത് ഈ മല്ലി ഒന്ന് നന്നായി ബ്രൗൺ കളറാവുന്ന സമയത്ത് ഞാൻ തേങ്ങ ഇടുന്നത്. തേങ്ങ എന്താ വെച്ചാൽ, തേങ്ങയും മല്ലിയും എല്ലാം കൂടിയിട്ട് നന്നായി നല്ല ചുവന്ന കളറിൽ ഒരു മൂപ്പ് വരണം. അതിലാണ് അതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങയും മല്ലിയും മുളകും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കണ്ടോ, നല്ല ബ്രൗൺ നിറത്തിൽ നല്ലൊരു മണം വരും. തേങ്ങയുടെ മണവും മല്ലിയുടെ മണവും എല്ലാം കൂടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം ഞാനിപ്പോൾ അധികം എണ്ണ ഒഴിക്കാണ്ടെയാണ് ഞാൻ വറുത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ പറയട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ചെയ്യാൻ പോകണറിയോ, അതൊന്ന് ചൂടായി ആറട്ടെ. തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചതിനെ ഞാനൊരു 1 മിനിറ്റ് ഉപ്പിട്ടിട്ട് ഓവനിൽ വയ്ക്കുകയാണ്. ഇതെന്താ എൻ്റെ എളുപ്പപ്പണിയാണ്. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുക. ഇപ്പോഴത്തെ തക്കാളിയൊന്നും പണ്ടത്തെ മാതിരിയല്ല, കുറേ നേരം കിടന്ന് വഴണ്ടാലേ അതിന് സോഫ്റ്റ് ആവുള്ളൂ. അപ്പം ഞാനത് ചീനച്ചട്ടിയിൽ ഉള്ളിയുടെ കൂടെ ഇടുന്നതിന് മുമ്പ് ഞാനിതിന് ഓവനിൽ 1 മിനിറ്റിന് വെച്ചു. ഇത് നോക്കിക്കോളൂ, ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ അറിയോ, നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് എപ്പോഴും ചെയ്യുന്നതാണ് ഇങ്ങനെ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഉള്ളിയുടെ കൂടെ എണ്ണ ഇട്ടിട്ട് വഴറ്റിയാൽ മതി. ഞാൻ ആ ഉള്ളി വഴണ്ടി വന്നിട്ട് തക്കാളി ഇടുന്നതുകൊണ്ട് പറയുകയാണ്. ഇപ്പം ഞാൻ പാനിൽ നല്ലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഞാനതിലേക്ക് കടുകിടുകയാണ്. കടുക് ഓപ്ഷനിലാണ് ഈ കറിക്ക്. എനിക്ക് കടുകിട്ടാൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കടുകിടുകയാണ് കേട്ടോ. കടുക് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. കടുകൊന്ന് നന്നായി പൊട്ടി വരുന്ന സമയത്ത് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഇഞ്ചി ചോപ്പ് ചെയ്തതും ഇടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്ന് വെളുത്തുള്ളി ഇഞ്ചി ആയ ശേഷം കടുക് മുഴുവൻ പൊട്ടിയ ശേഷം ഇടുന്നതാണ് നല്ലത്. കടുക് പൊട്ടി വന്നപ്പോഴാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിരിക്കുന്നത്. ഒന്നൊന്ന് സോട്ട് ചെയ്ത ശേഷം ഞാൻ ചെറിയ ഉള്ളി ഇടുകയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഇട്ടിട്ട് ഈ ചെറിയ ഉള്ളി ഒന്ന് നന്നായി സോട്ട് ചെയ്ത് വരികയാണെങ്കിൽ നന്ന സോഫ്റ്റായിട്ട് വരുമ്പോൾ ഒരു 5-10 മിനിറ്റ് സമയമെടുക്കും. ഇത് കഴിഞ്ഞിട്ടാണ് തക്കാളി ഇടുക. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ തക്കാളിയെ നേരത്തെ ഒന്ന് സോഫ്റ്റാക്കി വയ്ക്കും ഓവനിൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയം ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അതെൻ്റെ ഒരു കളപ്പണി ആയിരിക്കും, എന്നാലും ഞാൻ അങ്ങനെ ചെയ്യും. ഇതിപ്പോൾ കണ്ടോ, ഒത്തിരി സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഞാനതിനെ അതിൽ കൂട്ടിക്കഴിയുമ്പോഴേക്കും എനിക്ക് ഒരുപാട് നേരം തക്കാളി അങ്ങനെ നിന്ന് വഴറ്റേണ്ട ആവശ്യമില്ല. ഞാനിത് കുറച്ചൊന്ന് സോട്ടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് രണ്ടും കൂടി ഒന്ന് നന്നായി വെന്ത് വരണ വരെ ഒന്ന് വേവിക്കാം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് കേട്ടോ. ഈ തക്കാളി ഒന്ന് വെന്ത് വന്ന തന്നെ ആണെങ്കിലും അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് വേവിക്കണം. ഈ പണ്ട തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടു ഇങ്ങനെ ഹാർഡായിട്ടിരിക്കും.
ഒന്ന് മാഷ് ആവണമെന്നുണ്ടെങ്കിലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിനിങ്ങനെ ഒന്ന് നന്നായി ഇപ്പോൾ കണ്ടോ വെള്ളം ഒഴിച്ചൊന്ന് വെന്ത് വന്നു. അതിനുശേഷം ഞാൻ അരച്ച് വെച്ച മസാല ഒഴിക്കുകയാണ്. ഇത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ പെരിഞ്ചീരകം, കുരുമുളക്, ചിലവരതിൽ ചെറിയ ഉള്ളി കൂട്ടിയിട്ടായിരിക്കും, പക്ഷെ ഞാനിന്ന് ഇങ്ങനെയാണ് ചെയ്തത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് മുളകും കുരുമുളകും ഒക്കെ അവരവരെ ഇതിനനുസരിച്ച് ചുരുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് കഴുകി ലേശം വെള്ളം ഒഴിച്ചു. ഇപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് നന്നായി ഒന്ന് തിളച്ച ശേഷം നമുക്ക് മുട്ട അതിനകത്തേക്ക് ഇടാം. ഉപ്പ് കൂടി ഒന്ന് നന്നായി നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പില്ല, തക്കാളിയിലിട്ട് ഉപ്പല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് ഉപ്പിട്ടു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നായിട്ട് ഒന്ന് അടച്ച് വെച്ചിരുതാ. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങി. തിളച്ച് വരുമ്പോഴാണ് ഞാൻ ഈ മുട്ട ഇടുന്നത് കേട്ടോ. മുട്ട ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇടുക. ഞാനതിനെ 1-2 സ്ലൈസ് ചെയ്തിട്ടുണ്ട്, പകുതിയാക്കിയിട്ടുണ്ട്. ഈ മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് തിളയ്ക്കുക. എന്നാൽ ആ മുട്ടയിൽ അതൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. ഇത് വളരെ ടേസ്റ്റിയാണ്. വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ചോറിൻ്റെ കൂടെയും കഴിച്ചു. അപ്പോൾ ഇതിൽ തക്കാളിയുടെ ചെറിയൊരു പുളിപ്പുണ്ട്. പിന്നെ ആ മല്ലി മുളകൊക്കെ കൂടി നമ്മൾ മല്ലിപ്പൊടി ഇടുന്നതിനേക്കാളും നിങ്ങൾ മുഴുവൻ മല്ലി ഇട്ട് നോക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ അതിന് നല്ലൊരു മണം കിട്ടും. മല്ലിപ്പൊടി നന്നല്ല, എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ അതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മല്ലിയെല്ലാം ചോപ്പ് ചെയ്ത് ഇട്ടു. എന്നിട്ടൊന്ന് അടച്ച് വെച്ചു, ഓഫ് ചെയ്തു, എന്നിട്ട് അടച്ച് വെച്ചു. ഇപ്പോൾ എൻ്റെ മുട്ടക്കറി റെഡിയായി. കൂട്ടുകാരെ, എല്ലാവരും മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ടേസ്റ്റാണ് ഇതിന്. ഏതിൻ്റെ കൂടെ കഴിക്കാനും നന്നായിരിക്കും. ചോറിൻ്റെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, എല്ലാറ്റിൻ്റെ കൂടെ. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന മാതിരി എനിക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, കാണുന്നവരും അതേമാതിരി തന്നെ എനിക്ക് കുറച്ച് കമൻസ് ഇട്ട് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ. കമൻസ് എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ. അപ്പോൾ ഞാനിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണും വരെ നിങ്ങളോട് ഞാൻ വിട പറയുന്നു. ഓക്കെ, see you friends in the next video with a wonderful recipe. Bye from Sudha Menon.